3 കുറവുകൾ കൊണ്ട് കലാകാരനായ ഒരാളാണ് ഞാൻ. ആ കുറവ് എന്താണെന്നല്ലേ? തടി, മടി, പേടി. അപ്പോ ഈ തടിയില്ലാത്ത കാരണം കൊണ്ട് വേദികളിൽ ധനുഷിന്റെ ഫിഗറൊക്കെ ചെയ്തു വരുന്നുണ്ട്. നിങ്ങൾ എവിടെയും തടിച്ച ധനുഷിനെ കണ്ടിട്ടില്ലല്ലോ. രണ്ടാമത് മടി ഇല്ലാത്തത് കൊണ്ട് ഏത് വേദിയിൽ കയറിയിട്ടും നല്ല അന്തസ്സായിട്ട് വെറുപ്പിക്കാറുണ്ട്. പിന്നെ പേടി ഇല്ലാത്തത് കൊണ്ട് ഇന്നും ഒരു കലാകാരനായിട്ട് തുടർന്നു പോകുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു വേദിയിൽ കയറിയിട്ട് ധനുഷിന്റെ ഫിഗർ ചെയ്തു. ആദ്യമായിട്ടാണ് ഓർക്കണം. അതങ്ങ് വിജയിച്ചു. ആ സംഭവം ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെട്ടു. ഭയങ്കര കയ്യടിയൊക്കെ. അങ്ങനെ ഫിഗർ ചെയ്തിട്ട് ഞാൻ ഗ്രീൻ റൂമിലെത്തിയപ്പോൾ അവിടുത്തെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് എൻ്റെ കൂടെ സെൽഫി ഒക്കെ എടുത്തു. ഒപ്പം ഒരു അമ്മൂമ്മയും വന്നിട്ട് എന്നോട് ചോദിച്ചു, മോനെ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന്. ഞാൻ പറഞ്ഞു അതിനെന്താ. ഞാൻ ആദ്യം സത്യം പറഞ്ഞാൽ അതിശയിച്ചു പോയി. ഈ പ്രായത്തിലും ധനുഷിന്റെ ഫാൻ എന്നൊക്കെ പറയുമ്പോൾ അത്രക്കും പ്രായമുണ്ടേ. ഞാൻ എന്നിട്ട് കണ്ണടയൊക്കെ വെച്ചിട്ടേ ഫിഗറൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഈ അമ്മൂമ്മ പറയാ, മോനെ ആ കണ്ണടി ഒന്ന് മാറ്റി മോനെ. ഞാൻ പറഞ്ഞു അല്ല അമ്മൂമ്മ അതെന്തിനാ? മോനെ കാണുമ്പോ എന്റെ പേരമോനുണ്ട് വിഷ്ണു, ഓനെ പോലെയുണ്ട് എന്നെ കാണായെന്ന്. ആ പേരക്കുട്ടിയെ പോലെയുണ്ട്, ആ അമ്മൂമ്മയുടെ പേരക്കുട്ടിയെ പോലെയുണ്ട് എന്നെ കാണായെന്ന്. പോട്ടെ, ആ കരച്ചിലൊക്കെ കേട്ടപ്പോൾ ഞാൻ കണ്ണടി അഴിച്ചു, ഫോട്ടോന് നിന്ന് കൊടുത്തു. ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കരുതി മരണപ്പെട്ടതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഈ കൊച്ചുമോൻ. ഞാൻ ചോദിച്ചു, കൊച്ചുമോൻ എന്താ പറ്റിയേ? അവൻ അങ്ങ് ദുബായിലാ. ഈ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അവൻ അയച്ചു കൊടുത്തിട്ട് പറയണം, നിന്നെ പോലെ ഒരു മോനുണ്ട് എൻ്റെ നാട്ടിൽ ഇവിടെ വന്നിട്ട്. ഞാൻ ആരായിട്ടാണ് പോസ്റ്റ് ചെയ്ത് കൊടുക്കണേ? ധനുഷായിട്ട്. എന്നിട്ടാ പറയണേ പേരമോനെ വിളിച്ചിട്ട് നിന്നെപ്പോലൊരു മോൻ വന്നിന് ഇവിടെ പരിപാടിക്ക്. അപ്പോൾ ഈ അമ്മമ്മ പോയതിനു ശേഷം അവിടെയുള്ള കുറച്ച് തരുണീ മണികൾ മൊഞ്ചത്തിമാരൊക്കെ വന്നിട്ട് എൻ്റെ കൂടെ സെൽഫി എടുത്തു. അപ്പോൾ നമ്മൾ ആരായി രമേശേട്ടാ? സെലിബ്രിറ്റി. അപ്പോൾ ഒരു സെലിബ്രിറ്റിയുടെ വേഷവിധാനത്താൽ ഞാൻ പ്രോഗ്രാം സ്ഥലത്ത് നിന്ന് തിരിച്ചു പോവാ എൻ്റെ വീട്ടിലേക്ക് ബൈക്ക് പോകുമ്പോൾ പോലീസ് ചെക്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് പോലീസുകാർ. ഈ സമയം ഞാൻ പോകുമ്പോൾ ഇല്ലേ, എന്നെ കാത്തിരിക്കുന്ന മട്ടിൽ കൈനീട്ടുന്ന പോലീസുകാർ അന്ന് എൻ്റെ വണ്ടിക്ക് കൈനീട്ടിയില്ല. ചിലപ്പം ഞാൻ സെലിബ്രിറ്റി ആണെന്ന കാര്യം അവർക്ക് മനസ്സിലായി കാണും, സ്വാഭാവികം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, സെലിബ്രിറ്റി ആണെങ്കിലും അഹങ്കരിക്കാൻ പാടില്ലല്ലോ. ഞാൻ ബൈക്ക് അവിടെ നിർത്തി. ഞാൻ നേരെ പോലീസിന്റെ അടുത്തേക്ക് പോയിട്ട് ചോദിച്ചു, സർ ഞാനൊരു സ്റ്റേജ് ആർട്ടിസ്റ്റാണ്, പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, കലാകാരനാണല്ലേ, ശരി പോയിക്കോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ സാർ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് എൻ്റെ ബൈക്കിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ ബൈക്കിൻ്റെ തൊട്ട് പുറകെ വന്ന ബൈക്കുകാരനെ ഒരു പോലീസുകാരൻ ആ ബൈക്കുകാരൻ്റെ ബാഗൊക്കെ തുറന്ന് ഫുൾ പരിശോധന. അപ്പോൾ ഞാൻ ചോദിച്ചു, സർ എൻ്റെ ബാഗ് പരിശോധിക്കുന്നില്ലേ? അപ്പോൾ എന്നോട് പറഞ്ഞു, സാർ SI സാർ എന്താ പറഞ്ഞേ? അല്ല, അദ്ദേഹം പൊയ്ക്കോളാൻ പറഞ്ഞു. എങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ പൊയ്ക്കോ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, അത് ശരിയാവില്ല സാർ. സാധാരണക്കാരന് ഒരു നിയമം, സെലിബ്രിറ്റിക്ക് മറ്റൊരു നിയമം. അങ്ങനെ 2 നിയമം വേണ്ട. എന്നിലെ പൗരൻ ഉണർന്നു. ഞാൻ എൻ്റെ ബാഗ് എടുത്തിട്ട് പുള്ളിയുടെ കയ്യിൽ അങ്ങ് കൊടുത്തിട്ട് പറഞ്ഞു, പരിശോധിക്കണം സാർ, പരിശോധിക്കണം. പുള്ളി ആ പോലീസുകാരൻ എൻ്റെ ബാഗ് തുറന്നിട്ട് ആദ്യം പുറത്തെടുത്തത് ഞാൻ കോമഡി സ്കിറ്റൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പിച്ചാത്തി ഉണ്ടായിരുന്നു ബാഗിൽ. പിച്ചാത്തി എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു. പിച്ചാത്തി ഒന്ന് നോക്കി, എന്നെ അടിമുടി ഒന്ന് നോക്കി, നേരെ SIയുടെ അടുത്തേക്ക് പോയി ഈ പിച്ചാത്തി എടുത്തിട്ട്. അപ്പോൾ ഈ SI പറയാ, ആ ബൈക്കുകാരനെ പറഞ്ഞു വിട്, ഇവനെ പിടിച്ച് ജീപ്പിലിടുന്നു. ബൈക്കുകാരൻ വീട്ടിലുമായി, സെലിബ്രിറ്റി സ്റ്റേഷനിലെത്തി. അങ്ങനെ സ്റ്റേഷനിലെത്തിയപ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റേഷനിൽ ഒരു ബെഞ്ചിൽ ഒരു ചേട്ടൻ ഇരുന്നുറങ്ങുക. കണ്ടിട്ടൊരു ഡ്രൈവറുടെ ലുക്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാക്കി ഷർട്ടും മുണ്ടുമായിരുന്നു വേഷം. അപ്പോൾ ആ ബെഞ്ചിന്റെ ഒരു മൂലയിൽ ഞാനും പോയിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ വന്നിട്ട്, പോന്നേ, ആ പുള്ളിയെ വിളിച്ചു. ആ ചേട്ടൻ എഴുന്നേറ്റിട്ട് ആ പോലീസുകാരൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്ക് ബോധ്യമായി അതൊരു യഥാർത്ഥ ഡ്രൈവറാണെന്ന്. കാരണം പുള്ളി 8ഉം H ഒക്കെ വരച്ചിട്ടാ ഈ പോലീസുകാരൻ്റെ അടുത്തേക്ക് പോണേ. അങ്ങനെ ഈ പുള്ളി പോലീസുകാരൻ്റെ അടുത്തെത്തി. അപ്പൊ പോലീസുകാരൻ ചോദിച്ചോ, തന്റെ പേരെന്താ? എന്താണോ തന്റെ പേര് മര്യാദക്ക് പറഞ്ഞേ. എന്തുവാടോ ഇത് കുറേ നേരം അവിടെ അരങ്ങേറിയ ഒരു രംഗ. പേര് ചോദിക്കുന്നു, പുള്ളി ഇതുപോലെ പേര് പറയുന്നു, പേര് ചോദിക്കുന്നു, ആ പുള്ളി ഇതുപോലെ പേര് പറയുന്നു. അങ്ങനെ ഈ പോലീസുകാരൻ എന്നെ വിളിച്ചു, ഇങ്ങനെ. ഞാൻ ചെന്നപാടെ പറഞ്ഞു, റിജിലേഷ്. അതല്ലടോ, ഇയാള് ഇപ്പൊ ഒരു പേര് പറഞ്ഞില്ലേ, അത് തനിക്ക് മനസ്സിലായോ? ഞാനും ചോദിച്ചു, ചേട്ടന്റെ പേരെന്തായിരുന്നു? പിന്നെയും ഇത് തന്നെയാ പുള്ളി പറയണ പേര്. അപ്പൊ ഈ പോലീസുകാരനോട് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ പോലീസുകാരൻ എനിക്കൊരു ഓഫർ ഇട്ടു, ഈ പുള്ളിയുടെ പേര് കണ്ടുപിടിക്കുകയാണെങ്കിൽ നിനക്ക് ഇപ്പൊ വീട്ടിൽ പോകാമെന്ന്. 5 മിനിറ്റ് കൊണ്ട് എവറസ്റ്റ് കയറി ഇറങ്ങാൻ പറഞ്ഞൊരു മട്ടത്തിലാണ് ഞാനുള്ളത്. ഞാൻ പുള്ളിയോട് ചോദിച്ചു, ചേട്ടാ പ്ലീസ് ഒന്ന് പേര് പറഞ്ഞു തരുമോ? അപ്പൊ പുള്ളി അങ്ങനെ ഞാനത് ചെയ്തെന്നറിയോ, പഠിച്ച പണി 18 നോക്കി ഈ പേര് കണ്ടുപിടിക്കാൻ. ഈ പുള്ളി പറഞ്ഞ പേര് പുള്ളി പറഞ്ഞ ശൈലിയിലും പുള്ളി പറഞ്ഞതിൽ സ്പീഡ് കൂട്ടിയിട്ട് 10 തവണ പറഞ്ഞു നോക്കി, പുള്ളി പറഞ്ഞതിൽ സ്പീഡ് കുറച്ചിട്ടും 10 തവണ പറഞ്ഞു നോക്കി. ചേട്ടാ ഉത്തമൻ
ഞാൻ പറഞ്ഞു എന്റെ പൊന്നു സാറേ ഈ ചേട്ടന്റെ പേര് ഉത്തമൻ എന്നാ. അപ്പൊ ഈ പോലീസുകാരൻ ഉത്തമൻ നീ ടപ്പേന്നൊരു അടി ആ പുള്ളിയുടെ ചെവിട്ടത്ത് ശക്തിമാൻ കറങ്ങണ പോലെ കറങ്ങിയിട്ട് വീണ്ടും ആ ബെഞ്ചിൽ പോയി വീണു ഈ ചേട്ടൻ. അപ്പൊ സത്യം പറഞ്ഞാലേ പൊട്ടിച്ചിരിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് അത്. പക്ഷേ ലൊക്കേഷൻ പോലീസ് സ്റ്റേഷനാണ്, ചിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പതിയെ ആ ചേട്ടനെയും ഈ പോലീസുകാരനെയും നോക്കിയിട്ടേ ഞാൻ പതിയെ പോലീസുകാരൻ്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, സാറേ പേര് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വിടുന്നു പറഞ്ഞു. ആ വീട്ടിലൊക്കെ പോവാ. പിന്നെ നീ ഇപ്പോൾ ഈ നേരത്തെ എവിടെ പോയിട്ടാണ് വരുന്നത്? ഞാൻ പറഞ്ഞു സാറേ ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്, ഇന്ന് പ്രോഗ്രാം ഉണ്ടേനും പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരുന്ന വരവാ. നീ മിമിക്രി ആർട്ടിസ്റ്റാ? എന്നൊരു കാര്യം ചെയ്, ഒരു മിമിക്രിയും കൂടി ചെയ്തിട്ട് നീ പെട്ടെന്ന് വിട്ടോ വീട്ടിലേക്ക്. ഞാൻ പ്രോഗ്രാം സ്ഥലത്ത് നിന്ന് നല്ല കയ്യടി വാങ്ങിച്ച ഐറ്റം ഞാനങ്ങ് കാച്ചി നമ്മുടെ നിവിൻ പോളിയുടെ എടാ പരമാറി നീ ആരോടാണ് എവിടെ വെച്ചാണ് സംസാരിക്കാനുള്ള ബോധം എനിക്ക് വേണം. ഈ കയ്യടിയായിരുന്നു എനിക്ക് അവിടെ പ്രോഗ്രാം സ്ഥലത്ത് കിട്ടിയത്. അപ്പോൾ ഈ പോലീസുകാരനെ എഴുന്നേറ്റിട്ട് എനിക്ക് ക്ഷയിക്കേണ്ടി വന്നിട്ട് പറയാം, എനിക്കും നിന്നോട് ഇത് തന്നെ പറയാനുള്ളത്, ഇനി നീ ഏതായാലും പുറത്തുള്ള ബെഞ്ചിൽ ഇരിക്കണ്ട, സെല്ലിൽ പോയി കിടന്നാൽ മതിയെന്ന്. അങ്ങനെ എന്നെ സെല്ല് കൊണ്ടിട്ടു. അന്നത്തെ ദിവസം ആ സ്റ്റേഷനിലെ കൊതുകുകൾക്ക് ഒരു സെലിബ്രിറ്റിയുടെ ചോര കുടിക്കാനും പറ്റി.